ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നോ കോസ്റ്റ് കിച്ചൺ റാക്കിൻ്റെ DIYയും കൗണ്ടർ ടോപ്പിൻ്റെ ഓർഗനൈസേഷനുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം നമുക്ക് വേണ്ട റാക്കൊന്ന് ഓൺലൈൻ അതിൻ്റെ ഒരു മോഡലൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതുപോലെ ഒരു സിമ്പിൾ വുഡൻ റാക്കാണ് ആവശ്യമായിട്ടുള്ളത്. 2 ടയർ റാക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു റാക്ക് ആപ്റ്റാണ് നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഒരു റാക്കിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് 30 സെൻറ്റിമീറ്ററും ലെങ്ത്ത് വരുന്നത് 40 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ എനിക്കിത് 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 40 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കസ്റ്റമൈസേഷൻ മെഷർമെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ 4 വേസ്റ്റ് പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് വുഡ് പീസിൻ്റെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ കിട്ടിയിട്ടില്ല, കുറേ ആയി ഞാൻ പറഞ്ഞിട്ട്. അപ്പം ഇത് കിട്ടിയപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 4 പീസ് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഇതുപോലെയുള്ളൊരു റാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് എന്തിനാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ റാക്കിൻ്റെ പിക്ചറും കൂടെ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവരത് ആ ഒരു വുഡ് പീസിൽ 2 വുഡ് പീസിൽ ആ ഒരു കേർവ് ഷേപ്പും കൂടെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്ത് വെച്ചിട്ടുള്ള 4 പീസാണിത്. നമ്മുടെ വീട്ടിലൊക്കെ വീട് പണിയൊക്കെ നടക്കുമ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന വുഡ് പീസൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെയുള്ള റാക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ പീസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് ഹൈറ്റ് വന്നിട്ട് നമുക്ക് 40 തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബേസ് പീസിൽ നമുക്ക് 39 ആണ് വരുന്നത്. അപ്പോൾ അത് അവർ കട്ട് ചെയ്ത് കൊടുത്തയച്ചല്ലോ, വേസ്റ്റ് പീസാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡിഫറൻസ് ഒന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു റാക്ക് ചെയ്തെടുക്കുന്നത്. ഇനി വന്നിട്ട് നമ്മുടെ വുഡ് പീസിൽ 2-3 സ്ഥലത്ത് ചെറിയ ബ്രേക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റാക്ക് അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് സെക്കൻഡ് ടയർ എവിടെയാണ് വേണ്ടതെന്നുള്ള ഒരു മാർക്കിംഗ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിവിടെ ഫസ്റ്റ് ടയർ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് 2 പീസിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അസംബിൾ ചെയ്യാം. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്കതുപോലെ തന്നെ അസംബിൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റാക്കൊക്കെ ഇവിടെ അസംബിൾ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു റാക്കിലേക്ക് എനിക്ക് വേണ്ടത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ചെറിയ ബ്രഷ് ആയത് കാരണം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് ടച്ച് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റാക്കിൻ്റെ ഫൈനൽ ലുക്ക്.
അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ. നമ്മുടെ ആ ഓൺലൈൻ കണ്ട ആ ഒരു റാക്കിൻ്റെ ഏകദേശം അതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു റാക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഡെയിലി യൂസിൽ വരുന്ന സെറാമിക് പോട്ട്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വുഡൻ റാക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കിച്ചൺ കൗണ്ടർ ടോപ്പും വാളും എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റാക്കും കൂടെ ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ കോർണറിൽ തന്നെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ DIY ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പാത്രം തന്നെയാണ്. ഇനി വെച്ച് കൊടുക്കുന്നത് നമ്മുടെ റാക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സെറാമിക് പോട്ട്സും ബോട്ടിൽസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഹൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആ ഒരു ഫസ്റ്റ് ടയറിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഈസി ആയിട്ട് എടുക്കാനും വെക്കാനുള്ളൊരു മെഷർമെൻറ്റിലാണ് ആ ഒരു ടയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റാക്കിൻ്റെ DIY ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഫ്രീ ആയി കിടക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ബോട്ടിൽസൊക്കെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വുഡ് പീസൊക്കെ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു റാക്കൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ഒരു നോ കോസ്റ്റ് ഓർഗനൈസറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്